എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 13 വാക്യം. ഇത് സ്വയാശ്രക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്ന് സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആ വഴി നാശത്തിലേക്കാണ് എത്തുന്നത്. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നതും എനിക്ക് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ശക്തിയുണ്ട്, അതുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. പണത്തിനോ അധികാരത്തിനോ ശക്തിക്കോ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യന് എല്ലാം നിയന്ത്രിക്കാമെന്ന് വിചാരമുണ്ട്. എന്നാൽ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഒരു മനുഷ്യൻ്റെ തെറ്റായ വഴിയിൽ നടക്കുമ്പോൾ അവനെ അനുഗമിക്കുവാൻ അനേകരുണ്ടാകാം. ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നത് ലോകം സമ്പന്നരെ ആരാധിക്കുന്നു, പ്രശസ്തരെ പിന്തുടരുന്നു, ദൈവമില്ലാത്ത ജീവിതത്തെ വിജയകരമായി കാണുന്നു. പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്, നമുക്കും അങ്ങനെ ജീവിച്ചാൽ പോരെ എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴി ലോകത്തിൻ്റെ വഴിയല്ല. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധ ജീവിതത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കുമാണ്. സ്വയം ആശ്രയിക്കുന്നൊരു വഴി ശൂന്യമായി പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വഴി പുതിയ അനുഭവത്തിലേക്ക് രൂപപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. അവൻ നമ്മെ നയിക്കും, എത്തിക്കേണ്ട ഇടങ്ങളിലേക്ക് അവൻ നമ്മെ ഉയർത്തും. അതുകൊണ്ട് അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അവൻ കാണിക്കുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വയത്തിൽ ആശ്രയിച്ച് നാശത്തിലേക്ക് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.